വിശുദ്ധ ഖുർആനിലെ അത്ഭുത പരാമർശം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ജാപ്പനീസ് ഗവേഷകന്റെ കഥ പറയാം. മെറ്റലോത്തിയോനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ്റെ സാന്നിധ്യം മനുഷ്യ ശരീരത്തിലുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ആ പ്രോട്ടീൻ്റെ സവിശേഷ സാന്നിധ്യം ശരീരത്തെ കൊളസ്ട്രോളിൽ നിന്നും വാർദ്ധക്യ സഹജമായ ലക്ഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്നും ഹൃദയത്തിൻ്റെയും ശ്വാസത്തിൻ്റെയും പ്രവർത്തനത്തിന് ഊർജം നൽകുമെന്നും അദ്ദേഹം കണ്ടെത്തി. പക്ഷേ മനുഷ്യ ശരീരത്തിൽ വളരെ തുച്ഛമായി മാത്രം കിട്ടുന്ന ഈ ഒരു പ്രോട്ടീൻ്റെ സാന്നിധ്യം മറ്റു വല്ല സസ്യങ്ങളിലൂടെയും കിട്ടുമോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിറങ്ങി. അങ്ങനെ അദ്ദേഹം അവസാനം എത്തിപ്പെട്ടത് ഈ ഒരു പ്രോട്ടീൻ്റെ എല്ലാവിധ ഔഷധ ഗുണങ്ങളും ഒത്തിണങ്ങുന്നത് ജെയ്ത്തൂൻ കായയിലും അത്തിപ്പഴത്തിലും മാത്രമാണ്. മാത്രവുമല്ല, ഈ രണ്ട് പഴങ്ങളും 7 ജെയ്ത്തൂൻ കായക്ക് 1 അത്തിപ്പഴം എന്ന റേഷ്യോയിൽ അവ രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ മെറ്റലോത്തിയോനിൻ എന്നുള്ള പ്രോട്ടീൻ്റെ എല്ലാവിധ ഔഷധ ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ട് കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹം മനസ്സിലാക്കി. ഈ ഒരു പഠനം ശ്രദ്ധയിൽപ്പെട്ട അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ താഹ ഇബ്രാഹിം ഖലീഫ പെട്ടെന്ന് തന്നെ വിശുദ്ധമായ ഖുർആൻ മറിച്ചു നോക്കി. അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് അത്ഭുതകരമായൊരു റിസൾട്ടായിരുന്നു. കാരണം വിശുദ്ധമായ ഖുർആനിൽ 7 ജെയ്ത്തൂൻ കായയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. അതേസമയം അത്തിപ്പഴത്തെക്കുറിച്ച് ഒരൊറ്റ തവണ മാത്രമേ പരാമർശമുള്ളൂ. അതും സൂറത്തു തീനിൽ വത്തീനി വസ്സൈത്തൂൻ, ആ 2 പഴത്തെക്കുറിച്ചും ഒരുമിച്ച് പറയുന്നു. അതിനുശേഷമുള്ള ആയത്താണ് ഒന്നുകൂടി അത്ഭുതം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ നാം പടച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ 2 പഴങ്ങളെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ഈ ഒരു വിവരം പെട്ടെന്ന് തന്നെ ഡോക്ടർ താഹ ഖലീഫ ഇബ്രാഹിം ഈ ഗവേഷകന് അയച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ഉടനെ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നോക്കൂ വിശുദ്ധമായ ഖുർആനിൻ്റെ അത്ഭുതം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.